ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടുകളിൽ ഒന്നാണ് കൺവിൻസിങ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിനെ, കൺസ്യൂമറിനെ കൺവിൻസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 5 ടൊണാലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ വർഗീസ് തരകൻ. ഇന്നത്തെ പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സെയിൽസ് ചെയ്യുമ്പോൾ 5 ടൊണാലിറ്റികൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ടൊണാലിറ്റി സൈക്കോളജിക്കലായി യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ആ ടൊണാലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവര് കൺവിൻസ് ആകാനുള്ള മോർ സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇത് ആദ്യത്തെ എന്ന് പറയുന്നത് സിൻസിയറിറ്റിയാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സിൻസിയറായ ഒരു അപ്രോച്ച് ആണ് എന്ന് നമ്മുടെ എതിര് നിൽക്കുന്നവർക്ക് തോന്നണം. ഇപ്പൊ നിങ്ങൾ സ്റ്റേജിലാണ് എങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1-to-1 മീറ്റിംഗിലാണ് എങ്കിലും കൃത്യമായൊരു ഫീല് കിട്ടണം. നിങ്ങൾ സിൻസിയർ ആണ്, നിങ്ങൾ പറയുന്ന വാക്ക് സിൻസിയർ ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നോർമൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ടോണിൽ നിന്ന് സ്വല്പം പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് സൗണ്ട് ഒന്ന് താഴ്ത്തിട്ട്, സർ, എനിക്ക് 100% ഉറപ്പുണ്ട്, കാരണം ഇത് വെറും ഉറപ്പല്ല, ഈ പ്രോഡക്റ്റ് താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കഴിഞ്ഞ 15 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിന് പുറത്താണ് ഞാനിത് പറയുന്നത്. 100 കണക്കിന് ആളുകൾ അവര് തന്ന ടെസ്റ്റിമോണിയൽസിന് ബേസ് ചെയ്തിട്ട് എനിക്ക് 100% നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും, സാർ, ഇത് സിൻസിയറായ ഒരു ടോക്കാണ്, സാറിന് ഇതിന് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ നോർമൽ സംസാരിക്കുന്നതിനേക്കാളും കുറച്ച് സൗണ്ട് സ്ലോ ആക്കി സിൻസിയറായ ഒരു ടോക്കാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടൊണാലിറ്റിയിൽ വരുന്നത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്തൂസിയാസമാണ്. നമ്മുടെ സംസാരത്തിൽ ഒരു ഇന്തൂസിയാസ്റ്റിക് അപ്രോച്ച് ഉണ്ടാവണം, ഒരു ആവേശം നിറയ്ക്കുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ലോട്ടറി അടിച്ചു എന്ന് കണക്ക് കൂട്ടിക്കും. ലോട്ടറി അടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു ഇന്തൂസിയാസം നമ്മുടെ സംസാരത്തിൽ, ടോണിൽ ഒരു ആവേശം ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആവേശം വരുമ്പോൾ തീർച്ചയായും നമ്മൾ പറയുന്ന സംസാരത്തിൽ നിന്നൊരു സ്പീഡ് കൂടും, ഒന്ന് ക്ലാരിറ്റി ഉണ്ടാവും. സാർ, ഞാൻ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു, കാരണം എനിക്ക് സാറിനോട് ഇത് പറഞ്ഞില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടുന്നത് പോലെ, അതുകൊണ്ടാണ് ഞാൻ സാറിന് ഇത്രയും തവണ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് സാർ എന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് ഇന്തൂസിയാസ്റ്റിക് ടോണിന്റെ ഒരു ഇതാണ്. അപ്പം ആ കേൾക്കുന്ന ആൾക്ക് ആ ഒരു എനർജി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തത് അബ്സല്യൂട്ട് സെർട്ടനിറ്റിയാണ്. തികഞ്ഞ ഉറപ്പ് നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്ക് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. അതിൽ കൃത്യമായി ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം എന്ന് അദ്ദേഹം പല തവണ പറയുന്നു. അത് കൃത്യമായ ഒരു ഉറപ്പാണ്. നമ്മുടെ സംസാരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി സിൻസിയർ ആണ്, ഈ പ്രോഡക്റ്റ് കൃത്യം അബ്സല്യൂട്ട് സെർട്ടനിറ്റിയാണ്. അതായത് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടും, അത് ഉറപ്പാണ് സാർ എന്ന് പറയുന്ന ഒരു ടൊണാലിറ്റി, അത് കൃത്യമായി നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടതാണ്. അടുത്തത് മാച്ചിങ് ടൊണാലിറ്റിയാണ്. എന്താണ് മാച്ചിങ് ടൊണാലിറ്റി? കസ്റ്റമർ സംസാരിക്കുന്ന അതേ വേവ് ലെങ്തിൽ, അതേ എനർജി നമ്മൾ തിരിച്ച് സംസാരിക്കുക. ഇപ്പൊ കസ്റ്റമർ എനിക്ക് നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്പീഡിൽ സംസാരിച്ച് നമ്മൾ ഉടനെ സാർ അത് ഇത് നോക്കും. ആ ഒരു എനർജി ഇല്ലാതെ നമ്മൾ സംസാരിച്ചാൽ ആ ഒരു സെയിൽസ് അല്ലെങ്കിൽ ആ ഒരു കൺവിൻസിങ് സിറ്റുവേഷൻ അവിടെ നഷ്ടപ്പെടും. കസ്റ്റമർ സ്ലോയിലാണെങ്കിൽ നിങ്ങൾ സ്ലോയിൽ പറയാം, കസ്റ്റമർ സ്പീഡിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ പറയാം. കസ്റ്റമർ കൃത്യമായി പോസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതേ രീതിയിൽ പോസ്റ്റ് ചെയ്യാം. കസ്റ്റമർ ഒരു സർട്ടൺ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതേ ലാംഗ്വേജ് നിങ്ങൾക്ക് മറുപടി പറയാം. അതാണ് മാച്ച് ടൊണാലിറ്റി എന്ന് പറയുന്നത്. അതായത് കസ്റ്റമറിന്റെ അതേ ടൊണാലിറ്റിയിൽ നമ്മൾ തിരിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് മാച്ച് ചെയ്യുന്ന ടൊണാലിറ്റി. അടുത്തത് ഇംപ്ലൈഡ് ഒബിയസ്നെസ്. കൃത്യമായി വ്യക്തതയാണ് സൂചിപ്പിക്കേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റ്, നമ്മൾ പറയുന്ന സർവീസ്, നമ്മൾ ഓഫർ ചെയ്യുന്ന ഓഫർ, നമ്മൾ സംസാരത്തിൽ വരുത്തുന്ന ക്ലാരിറ്റി, ഇത് കൃത്യമായി അവർക്കൊരു വ്യക്തത വരുത്തണമെന്നുള്ളതാണ്. നമ്മൾ 2 മണിക്കൂർ അവരോട് സംസാരിച്ചു, അവസാനം അവർക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല.
കൃത്യമായ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അത് ഒരു നക്ഷൽ പോലെ നമ്മളത് വീണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വ്യക്തത വരുത്തുന്നു. അതാണ് ഇംപ്ലൈഡ് ഒബേസ്നെസ് എന്ന് പറയുന്നത്. കൃത്യമായി വ്യക്തത സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ടൊണാലിറ്റി എല്ലാം നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സെയിൽസിലാണ്. കൃത്യമായി നമ്മൾ നമ്മുടെ പോക്കറ്റിലേക്ക് ഇൻകം വരാനുള്ള അവസാനത്തെ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് കൺവേർഷൻ നടക്കുന്നത്, സെയിൽസ് നടക്കുന്നത്, ക്ലോസിംഗ് നടക്കുന്നത്. കൃത്യമായി ഈ ടൊണാലിറ്റി നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സൗണ്ടിന്റെ വ്യക്തതയും സൗണ്ടിന്റെ ക്ലാരിറ്റിയും എല്ലാം നമുക്ക് നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമന്റും രേഖപ്പെടുത്തണം. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.